ഹായ് ഓൾ, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി നോക്കാം. വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്ന റെസിപ്പി കിട്ടത്തുള്ളൂ. ആദ്യം നമുക്ക് ഇത് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നല്ലൊരു കഴി വൃത്തിയാക്കി നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂപ്പിച്ചെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര സാധനം ഒന്ന് ചെറിയ രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി. ഇഞ്ചി കണ്ട് മൊത്തം ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. തൊലി കളയാതെ അരിഞ്ഞെടുക്കുന്നത് രുചി കൂടുന്നതാണ്. അത് നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി. അതിനകത്തോട്ട് നമുക്ക് ആ മൂപ്പിച്ചെടുക്കുന്ന മസാല കൂട്ടുകൂടി ചേർത്ത് മിക്സിക്കകത്തിട്ട് നമുക്ക് സ്വല്പം വെള്ളം കൂടിയിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല അടിപൊളി ഒരു മസാലക്കൂട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ടാണ് ഈ ഒരു ഫ്രൈയുടെ ഏറ്റവും വലിയൊരു രുചി. അപ്പം നമുക്ക് ഇതുപോലൊരു അടിപൊളി ഒരു മസാലക്കൂട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് വെള്ളം ഒഴിക്കരുത്, ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. നമുക്ക് കുറിയുള്ള പരുവത്തിൽ കിട്ടണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, നമുക്ക് എന്തുമാത്രം മീനുണ്ടായത് അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകില്ല, ഞാൻ എല്ലാ വീടിനും പറയുന്നതാണ്, ഉപ്പ് കൂടിപ്പോകില്ല. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ മീനിലോട്ടും നമുക്കിത് നല്ലതായിട്ട് അങ്ങോട്ട് അകത്തും പുറത്തും നല്ല വരഞ്ഞു കൊടുത്തതിനകത്തെല്ലാം അങ്ങോട്ട് തേച്ചങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. വെള്ളം ഒത്തിരി ചേർക്കരുത്. ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് നല്ല ഈ കുഴഞ്ഞ് കിട്ടണം, നല്ല പേസ്റ്റ് പോലെ കുഴഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കണം കേട്ടോ. 10-15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാവൂ. ഓരോ മീനും കൊണ്ട് ഇതുപോലെ മുടിച്ചേക്കുക. പിന്നെ മത്തി ഉണ്ടായിരുന്നു, ആ മത്തി നിന്നുണ്ട് ഓരോന്നായിട്ട് വെക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാം കൂടി കൂട്ടി ഇളക്കി തന്നെ ഇതുപോലെ നല്ല സെറ്റാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോരോ മീനെ ഇതുപോലെ പിറക്കിയെടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് അങ്ങോട്ട് ഫ്രൈ എടുക്കുക. കുഞ്ഞന്മാരെ അങ്ങോട്ട് ഇടുക. കൊണ്ടോ മത്തി കുഞ്ഞന്മാരെയും കൂടെ അങ്ങോട്ട് സൈഡിലോട്ട് ഇട്ടു. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങോട്ട് അടച്ചു വെച്ച് തീയെ ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. അപ്പം ഇത് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് മുളക് പൊടിയും മസാലക്കൂട്ടും എല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെറിയ രീതിയിൽ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് ഫ്രൈ ആവും, മസാലക്കൂട്ട് കരിഞ്ഞു പോകല്ലേ. എന്നിട്ട് അത് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് എടുക്കുക. അതാണ് ഇതിനകത്ത് ഈ ഒരു ടേസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു റെസിപ്പി. അപ്പം എന്തുവായാലും നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതുപോലെ അടിപൊളി ഒരു ഫ്രൈ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം. കാരണം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചൊരു വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്